എല്ലാവരും ദുആ ചെയ്യണം. പരിപൂർണമായ ക്ഷമ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഉറക്കാമീൻ പറയിൻ, അല്ലാഹു അദ്ദേഹത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. വലിയ പരീക്ഷണാണ്. സ്വന്തം ഭാര്യ മരിച്ചു, മക്കള് 3 പേര് മരിച്ചു, സ്വന്തം സഹോദരൻ മരിച്ചു, സഹോദരന്റെ ഭാര്യ മരിച്ചു, അവന്റെയും 3 മക്കൾ മരിച്ചു, സ്വന്തം മാതാവ് മരിച്ചു, സ്വന്തം പിതാവ് മരിച്ചു. ആലോചിച്ചു നോക്കുന്നു. 11 പേരാണ്. എന്നാ ഈ വിഷമവും ദുഃഖവും ഒക്കെ താണ്ടിയിട്ട് ഒരല്പസമയം ദിക്റിലായി ഖുർആൻ ഓതിയിട്ട് അള്ളാഹുവിന്റെ പള്ളിയുടെ അകത്തലത്തിൽ കഴിയാമെന്ന് കരുതിയാൽ പള്ളിയില്ല, പള്ളിയിലെ മുസ്ലിയാരുമില്ല, എല്ലാം തകർക്കപ്പെട്ടു. എന്നാ വീട്ടിൽ വന്ന് കുറച്ച് വിശ്രമിക്കാമെന്ന് കരുതിയാൽ വീടില്ല, വീട് തകർക്കപ്പെട്ടു. 2 നില വീട് ഒരൊറ്റ രാത്രി കൊണ്ട് പരിപൂർണമായി നാമാവശേഷമായി. ആലോചിച്ചു നോക്കിൻ. അള്ളാഹു അദ്ദേഹത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ഖൈറായ ജീവിതം അള്ളാഹു നസീബാക്കട്ടെ. ഖൈറായ പകരക്കാരെ അള്ളാഹു നസീബാക്കട്ടെ. സ്വർഗത്തിൽ അവരോടൊപ്പം ഒരുമിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അദ്ദേഹത്തിന്റെ ആ കരച്ചിലും അതൊക്കെ നമ്മൾ മീഡിയയിലൂടെ കണ്ടു. വല്ലാതെ നോവാകുന്ന ഒരു വീഡിയോ ആണ്. പലരുടെയും സങ്കട കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. എപ്പോൾ നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള വർത്തമാനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അതൊക്കെ വലിയൊരു പാഠമായി അള്ളാഹു നമുക്ക് നൽകിയിരിക്കാൻ, ഒരു ദൃഷ്ടാന്തമായി. നിന്റെ ഈമാൻ ഉറയ്ക്കാൻ, നിന്റെ ഈമാൻ തെറ്റിപ്പോകാനല്ല, അള്ളാഹു ഇല്ല എന്ന് വാദിക്കാനല്ല, അള്ളാഹു ഉണ്ട്, ദൃഷ്ടാന്തമാണിത്, ഇത് ആയാത്തുല്ലാഹിയാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് മനസ്സിലാക്കിയിട്ട് ശിഷ്ടകാല ജീവിതം നന്നാക്കാൻ ഉപകരിക്കണം. അതിനാണ് പ്രവർത്തിക്കേണ്ടത്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, എന്റെ പ്രിയപ്പെട്ടതാകുന്ന പ്രവാചകത്വത്തിൽ സഹോദരനാകുന്ന യൂനുസ് എന്ന പ്രവാചകനെ നിങ്ങൾക്കറിയില്ലേ? ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു നൽകിയ പരീക്ഷണം എന്താണ്? ഇറാഖിലെ നീനുവ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ ദഅവത്തിന് വേണ്ടി അല്ലാഹു നിയോഗിച്ചതാകുന്ന പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാം